രാത്രി 12:30. ഗോവിന്ദ് പഴയ റെയിൽവേ ഗേറ്റിനടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് ബൈക്ക് നിന്നുപോയി. എത്ര ശ്രമിച്ചിട്ടും അത് സ്റ്റാർട്ട് ആവുന്നില്ല. ഇരുട്ട് കനത്തിരുന്നു. അടുത്തുള്ള വീടുകളിലെല്ലാം വെളിച്ചമണഞ്ഞിരിക്കുന്നു. അയാൾ ബൈക്ക് തള്ളി കുറച്ചു ദൂരം മുന്നോട്ട് പോകുമ്പോൾ അടുത്തുള്ള ഒരു പൊളിഞ്ഞ റെയിൽവേ ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു മങ്ങിയ വെളിച്ചം കണ്ടു. അത് അടുക്കള ഭാഗത്തെ ജനലിൽ നിന്നാണ് വരുന്നത്. ഒരു പഴയ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചം പോലെ. ആശ്വാസത്തോടെ ഗോവിന്ദ് ആ വീടിനടുത്തേക്ക് ചെന്നു. ഒരു സഹായം ചോദിക്കാമല്ലോ. വീടിന്റെ വാതിൽ ചാരിയിട്ടിരിക്കുകയായിരുന്നു. അകത്തേക്ക് നോക്കിയപ്പോൾ അടുക്കളയിൽ ഒരു വൃദ്ധ സ്ത്രീ വിളക്കിന്റെ വെളിച്ചത്തിൽ തറ തുടയ്ക്കുകയാണ്. അവരുടെ പുറംഭാഗം മാത്രമേ കാണുന്നുള്ളൂ. ഗോവിന്ദ് വാതിലിൽ മുട്ടി. അമ്മേ, ഒന്നിവിടെ വരെ വരാമോ? എന്റെ ബൈക്ക് വഴിയിൽ. വൃദ്ധ സ്ത്രീ തറ തുടയ്ക്കുന്നത് നിർത്തി. എങ്കിലും തിരിഞ്ഞു നോക്കിയില്ല. ഗോവിന്ദ് വീണ്ടും വിളിച്ചു, ഒന്ന് സഹായിക്കാമോ? അപ്പോൾ ആ സ്ത്രീ വളരെ മെല്ലെ കഷ്ടിച്ച് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൽ പറഞ്ഞു, മോനെ, ഞാൻ ഇപ്പോഴും തറ തുടയ്ക്കുകയാണ്. ഈ തറയിലെ ചോരപ്പാടുകൾ എത്ര തുടച്ചിട്ടും പോകുന്നില്ല. ഗോവിന്ദ് ഭയന്നുപോയി. ചോരപ്പാടുകളോ? അയാൾ അകത്തേക്ക് ഒന്നുകൂടി നോക്കി. വെളിച്ചം വളരെ മങ്ങിയതാണ്. പക്ഷേ ആ സ്ത്രീ തറ തുടയ്ക്കുന്ന തുണിക്ക് ചുവന്ന നിറമാണോ? ആ സ്ത്രീ തിരിഞ്ഞു നോക്കാതെ വീണ്ടും തുടർന്നു, എന്റെ മോൻ എന്നെ കൊന്ന ചോരയായത്. അതുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കിയാൽ മോനെ എനിക്കും. ഗോവിന്ദ് ഒരൊറ്റ നിമിഷം കൊണ്ട് ആ ഇരുട്ടിലൂടെ ഓടി. അയാൾ തിരിഞ്ഞു നോക്കിയതേയില്ല. പിറ്റേന്ന് രാവിലെ നാട്ടുകാർ ആ വീടിനടുത്ത് ഒരു ഉപേക്ഷിച്ച ബൈക്ക് കണ്ടു. അവർ പറഞ്ഞറിഞ്ഞു, ആ ക്വാർട്ടേഴ്സ് വർഷങ്ങൾക്ക് മുൻപ് ഉപേക്ഷിക്കപ്പെട്ടതാണ്. അവിടെ വെളിച്ചം കാണാൻ വഴിയില്ല. മാത്രമല്ല, അവിടെ താമസിച്ചിരുന്ന വൃദ്ധയെ മകൻ കൊലപ്പെടുത്തിയെന്നും ആ കൊലപാതകയെ ഇതുവരെ പിടികൂടിയിട്ടില്ല എന്നും. ഗോവിന്ദ് വിളക്ക് കണ്ട ജനലിന്റെ ചില്ലുകൾക്കകത്ത് ഇപ്പോഴും ഇരുട്ട് തളം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു.